السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന, റബ്ബിൻ്റെ ദീൻ വിശദീകരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കിതാബ് ചർച്ച ചെയ്യുന്ന സദസ്സ് നമ്മൾ പുനരാരംഭിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യുന്ന ഇത്തരം സദസ്സുകളുടെ ശ്രേഷ്ഠത അത് പല സന്ദർഭങ്ങളിലായി നമ്മൾ കേട്ടതാണ്, പരിചയപ്പെട്ടതാണ്. വളരെ കുറച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ലഭിച്ചവർക്ക് മാത്രമാണ് ദീൻ ഗൗരവത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ത്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ അവൻക്ക് ദീനിൽ ഫിഖ് നൽകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതായത് ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കും. പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് എന്തു പറഞ്ഞു? അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ദീൻ പഠിക്കുന്ന സദസ്സുകളിലേക്ക് വരാനുള്ളൊരു മനസ്സ് അവൻക്ക് ലഭിക്കില്ല. ദീൻ പഠിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് വരാനുള്ള തൗഫീഖ് അവൻക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനുള്ള ഒരു അവസരം കയ്യെത്തും ദൂരത്ത് ലഭിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുക, അത് വലിയൊരു തൗഫീഖാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇത്തരം സദസ്സുകളിലേക്ക് വരുന്നവർക്ക് മാത്രം ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ഫീമാ ബൈനഹും. അതായത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടിയ ഒരു സംഘം, അവർ അള്ളാഹുവിൻ്റെ കിതാബ് ചർച്ച ചെയ്യുകയാണ്, അതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ് കാത്തിരിക്കുന്നത്? ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന. ഭൂലോകരെല്ലാവരും ആഗ്രഹിക്കുകയും കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആ ശാന്തിയും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വഗശിയത്ഹുമുർ റഹ്മ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത് അവരെ പൊതിയുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. വഹഫത്ഹുമുൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭടന്മാരായ റഹ്മത്തിന്റെ മലക്കുകൾ അവരെ വലയം ചെയ്യുമെന്നും വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് ഇവിടെ ഇരിക്കുന്ന, ഇത്തരം സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ
ആ മലഇൽ അഅലയിൽ വിളംബരം ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എത്ര വലിയ ഫضലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇതൊരൊറ്റ ഹദീസാണ്, 4 ഫضലാണ് ഇവിടെ പറഞ്ഞത്. അത് ഓരോന്നും വിശദീകരിക്കാൻ നിന്നാൽ ഇന്നത്തെ ഈ ഒരു സദസ്സ് നമുക്ക് മതിയാവില്ല. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. ഫضലുൽ ആലിമി അലൽ ആബിദ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയേക്കാൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരിഗണനയും ശ്രേഷ്ഠതയും എങ്ങനെയാണ്? ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട റബ്ബിൻ്റെ പ്രത്യേക സൃഷ്ടികളിൽപ്പെട്ട മലായിക്കത്തുകൾ, വഅഹ്ലസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമിയിൽ ഭൂലോകത്തുള്ള സകല റബ്ബിന്റെ സൃഷ്ടികളും, ഹത്തൻ നംലത ഫീ ഹുജ്രിഹ, മാളങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഉറുമ്പുകൾ പോലും, വഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി ബിഖൈർ, അതായത് ആഴക്കടലുകളിൽ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത മത്സ്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു ചില റിവായത്തുകളിൽ അവരുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ഹദീസിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽം കാന ഫീ സബീലില്ലാഹി ഹത്താ യർജ. അതായത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, ആ ഭവനത്തിലേക്ക് തിരിച്ചെത്തുന്നത് വരെ കാന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിലാണെന്നാണ്. അതായത് യുദ്ധമുഖത്തിലേക്ക്, രണാങ്കണത്തിലേക്ക് പുറപ്പെട്ട, തൻ്റെ ജീവൻ പണയം ചെയ്ത, ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഉള്ള ഒരു മുജാഹിദിൻ്റെ കൂലി, ഒരു മുജാഹിദിൻ്റെ അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട കുറച്ച് വളരെ ശാന്തിയും സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. സുബ്ഹാനല്ലാഹ്. ഈ ഫضലൊക്കെ അറിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരം സദസ്സിലേക്ക് വരാതിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം സദസ്സിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹിമയും തിരിച്ചറിഞ്ഞ്, അങ്ങനെ ഒരു സദസ്സ് നമ്മുടെ പരിസരത്ത് ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠനത്തിൻ്റെ മാർഗത്തിൽ തുടരാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഏകദേശം 1.5 കൊല്ലം നീണ്ടു നിൽക്കുന്ന, വളരെ വിശാലമായി തൗഹീദ് വിശദീകരിക്കുന്ന ഒരു പുസ്തകം പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായി വിശദീകരിക്കാൻ തെരഞ്ഞെടുത്തത് വളരെ പ്രഗത്ഭനായ, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച, യമനിലുണ്ടായിരുന്ന ഇമാമും മുജദ്ദിദും മുജാഹിദുമായിട്ടുള്ള അഷ്ശൈഖ് മുഖ്ബിൽ ഇബ്ൻ ഹാദി അൽ വാദിഇ റഹിമഹുല്ലാഹു തആലയുടെ വളരെ ചുരുങ്ങിയ ചെറിയ ഒരു റിസാലയാണ്, ഒരു പുസ്തകമാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദൗറയെ അപേക്ഷിച്ച് ചെറിയ പുസ്തകങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ ദൗറയിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ഏതാനും ചില ആഴ്ചകൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതും എന്നാൽ ഒരുപാട് ഗുണപാഠങ്ങൾ അടങ്ങിയിട്ടുള്ള, ഒരുപാട് നസീഹത്തുകൾ അടങ്ങിയിട്ടുള്ള, ദീനിൻ്റെ വ്യത്യസ്ത വിഷയങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദൗറയെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ദൗറയിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ദൗറയിൽ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ ഇവിടെ പലപ്പോഴും ആവർത്തിക്കപ്പെടും. സ്വലാത്ത് പറയാൻ നമ്മൾ മറക്കരുത്. അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ നിർബന്ധത അത് ഇൻഷാ അല്ലാഹ് മറ്റ് സദസ്സുകൾ നമുക്ക് ചർച്ച ചെയ്യാം. സ്വലാത്ത് പറയാൻ മറക്കരുത്. ഒരു സദസ്സിലിരുന്ന് ഒരു 10 സ്വലാത്ത് ചൊല്ലി നിങ്ങൾ മടങ്ങിയാൽ അത് മതി, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടൊരു സദസ്സാകാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തത്, ഇവിടെ പറയുന്ന ഗുണപാഠങ്ങൾ എഴുതി വെക്കുന്ന ഒരു ശീലം ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാകണം. ആ രൂപത്തിലാവും ഞാനിവിടെ ക്ലാസ് എടുക്കാം. ഓക്കെ, എഴുതി വെക്കണം. പോയിന്റ് ആക്കിയിട്ട് ഞാനിവിടെ പറയും, അത് നിങ്ങളവിടെ എഴുതി വെക്കാം. മൂന്നാമത്തേത്, നിങ്ങളിവിടെ കേട്ട് കഴിഞ്ഞ എഴുതി വെച്ച ഗുണപാഠങ്ങൾ സാധിക്കുന്നവർ
മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ആവുമ്പോഴേ എന്താ ഉണ്ടാവുള്ളൂ, നമ്മുടെ മനസ്സിൽ ആ അറിവ് അവിടെ നിലനിൽക്കുകയുള്ളൂ. അതെങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോടോ നിങ്ങളുടെ ഭാര്യയോടോ മക്കളോടോ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എന്ത്, വളരെ സിമ്പിളായി നിങ്ങൾക്കത് എഴുതി ഒരു വാട്സാപ്പ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഒരു മെസ്സേജ് ആക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം ഈ രൂപത്തിൽ ശരിക്കും പഠിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരു രീതിയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. വൈജ്ഞാനികപരമായി അറിവിൽ നമുക്ക് വളരാൻ സാധിക്കുക. എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായി, ഏതൊരു പുസ്തകവും നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ആ പുസ്തകം രചിച്ച വ്യക്തി ആരാണ്, അദ്ദേഹം ദീനിന് വേണ്ടി സമർപ്പിച്ച, ദീനിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്, വൈജ്ഞാനികപരമായിട്ടുള്ള പണ്ഡിത ലോകത്ത് അദ്ദേഹത്തിന് നൽകിയ അംഗീകാരം എന്താണ്, അദ്ദേഹത്തിൻ്റെ മൻഹജ് എന്താണ്, അദ്ദേഹത്തിൻ്റെ അഖീദ എന്താണ്, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? 3 കാര്യങ്ങൾ. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും 3 കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കീഴിൽ എഴുതാം. ഒന്നാമത്തത് കയ്യഫ്ഹം മകാനതഹുൽ ഇൽമിയ. ഒന്നാമത്തത് എന്താ, ഇത് എഴുതിയ വ്യക്തിയുടെ അറിവ് എന്താണ്, ദീൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്താണ്, അത് തിരിച്ചറിയുക. അപ്പൊ അറിവിലുള്ള സ്ഥാനം, പാണ്ഡിത്യം, ഇത് തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ, ഒരു 2 വാക്കിൽ എഴുതിക്കോ, അറിവും അദ്ദേഹത്തിന്റെ പണ്ഡിത ലോകത്തെ സ്ഥാനം. രണ്ടാമത്തേത് ആ എഴുതിയ വ്യക്തിയുടെ വിഷയത്തിൽ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ വല്ലതുണ്ടോ, എന്തെങ്കിലും തെറ്റായ സ്വാധീനങ്ങൾ അദ്ദേഹത്തിനുണ്ടോ, ഏതെങ്കിലും വിഷയത്തിൽ അബദ്ധങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, അവരുടെ വിശ്വാസം, അവരുടെ മൻഹജ് അത് അവരുടെ എഴുത്തിൽ പ്രതിഫലിക്കും. അതിനെക്കുറിച്ചൊരു ധാരണ നമുക്കില്ലെങ്കിൽ എന്തുവരും, നമ്മളറിയാതെ അത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത്തരം തെറ്റായ അബദ്ധങ്ങളിലേക്കോ സ്വാധീനങ്ങളിലേക്കോ നമ്മൾ വരാതിരിക്കാൻ ആ പണ്ഡിതനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ പോയിന്റുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മളൊന്ന് പഠനത്തിന് വിധേയമാക്കണം. മൂന്നാമത്തത് കയ്യകൂന മസ്ദറുഹു ലിത്തലഖി സാഫിയ. മൂന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന സ്രോതസ് അത് ശുദ്ധമാണ്, മറ്റ് സ്വാധീനങ്ങളിൽ നിന്ന് ക്ലിയർ ആണ് എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മുടെ ഈ ദീൻ എന്ന് പറയുന്നത്, ആ ദീൻ തെറ്റായി മനസ്സിലാക്കിയാൽ ശാശ്വതകാലം നരകത്തിലേക്കാണ് ഒരാൾ എത്തിപ്പെടുക. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മത ഒരു വ്യക്തി പാലിക്കേണ്ടത് തൻ്റെ ദീൻ പഠിക്കുന്ന സ്രോതസ്സിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ടാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹു തആല എന്ത് പറഞ്ഞു, ഇന്ന ഹാദൽ ഇൽമ ദീനുക്. ഈ ഇൽമ്, ഈ അറിവ്, ഈ ഹദീസ്, ഈ ഖുർആൻ, ഈ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, ഇതെന്താണ്, ഇത് നിങ്ങളുടെ ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും. അതുകൊണ്ട് ഇത് ആരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നു എന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. അതിൽ അബദ്ധം വന്നാൽ നിങ്ങളുടെ പരലോകമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മുടെ പരലോകമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അജ്ഞാതരായ ആൾക്കാർ കൊടുക്കുന്ന ക്ലാസ്സുകൾ, അജ്ഞാതരായ ആൾക്കാർ എഴുതി വിടുന്ന എഴുത്തുകൾ, അജ്ഞാതരായ ആൾക്കാർ ചെയ്യുന്ന ചർച്ചകൾ മതത്തിൻ്റെ വിഷയത്തിൽ, അത് നമ്മളൊരു സ്രോതസ്സായി തിരഞ്ഞെടുക്കാൻ പാടില്ല. ക്ലാസ് എടുക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന പ്രഭാഷകനോ പണ്ഡിതനോ കൃത്യമായ പണ്ഡിതന്മാരിൽ നിന്ന് അഖീദയും മൻഹജുമൊത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അതേപോലെ സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് പ്രകാരം വിശദീകരിക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ ഉറപ്പുവരുത്തണം. ആ വ്യക്തി പഠിച്ചത് ഏത് പണ്ഡിതനിൽ നിന്നാണ്, ഇസ്ലാമിക ലോകം അംഗീകരിച്ച അഖീദയും മൻഹജും അറിവിലും ഒത്ത, ആൾക്കാർക്കൊക്കെ മടങ്ങാൻ സാധിക്കുന്ന തസ്കിയ ലഭിച്ച പണ്ഡിതന്മാരാണോ, ആ പണ്ഡിതന്മാരിൽ നിന്നാണോ അദ്ദേഹം അത് സ്വീകരിച്ചത്. അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ
അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, അദ്ദേഹം നൽകുന്ന തർബിയത്ത് അത് കൃത്യമായ അഹ്ലുസുന്നക്കനുസൃതമാണോ എന്ന് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു പഠനം നടത്തി അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുകയുള്ളൂ, അത് സ്വീകരിക്കാൻ പാടുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മേഖലയിൽ വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്കൊരു വളർച്ചക്ക് തടസ്സാകുന്നത്, നമ്മൾ തെറ്റിദ്ധാരണയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണമാകുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നതിന്റെ കാരണം ഇതാണ്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ദീൻ സംസാരിക്കാൻ എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലമാണ്. വാട്സാപ്പും സോഷ്യൽ മീഡിയയും യൂട്യൂബും. ഒരു അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ദീനിന്റെ വിഷയത്തിൽ ദീനി വിഷയങ്ങളും ദീനി മസ്അലകളും കൈകാര്യം ചെയ്യണം. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു അസ്ല് ശ്രദ്ധിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരുടെ ചരിത്രം, പണ്ഡിത പ്രഭുക്കളുടെ, പുണ്യ വ്യക്തിത്വങ്ങളുടെ, മഹാപണ്ഡിതന്മാരുടെ ചരിത്രം എന്തുകൊണ്ട് നമ്മൾ പഠനം നടത്തണം. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്രന്ഥകാരന്റെ ചെറിയൊരു ചരിത്രവും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കുറച്ച് ഗുണപാഠങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ അറിയപ്പെട്ട സലഫുസ്സാലിഹീങ്ങൾ മുതൽ അങ്ങോട്ട് തുടങ്ങിയ അഹ്ലുസുന്നയിലെ പണ്ഡിത പ്രഭുക്കളുടെ ചരിത്രം എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം? എന്തുകൊണ്ട് പഠിക്കണം? അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് നമുക്കുള്ളത്? നമുക്ക് എന്ത് മാറ്റമാണ് അതിലൂടെ ഉണ്ടാവുക? അതിന് ഒരു 7-8 പോയിന്റുകൾ ഞാൻ പറയാം, നിങ്ങൾ അത് എഴുതി വെക്കുക. ആദ്യം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്ന ഒരു ഉദ്ധരണി വെച്ച് തുടങ്ങാൻ. സിയറു റിജാലി അഹബ്ബു ഇലയ്യ മിൻ കസീറിൻ മിനൽ ഫിഖ്. അദ്ദേഹം പറയാണ്, കർമ്മശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടം എന്താണ്? പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ, സ്വഹാബാക്കളുടെ, വ്യക്തികളുടെ ചരിത്രം പഠിക്കുന്നതാണ് എന്ന് ആരാ പറഞ്ഞത്? മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആല പറയാണ്. ഈ ഒരു ഉദ്ധരണിയിൽ നിന്ന് തന്നെ ചരിത്രം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം, തറാജുമുൽ ഉലമ, ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുന്നതിന്റെ പ്രാധാന്യം, അതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു വരിയാണ് അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ ഈ ഒരു ഉദ്ധരണി. ഒന്നാമതായി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം എന്താ? മഅരിഫത്തുൽ അബ്ദി തഖ്സീറഹു. നമ്മുടെ മുമ്പ് ദുനിയാവിൽ തന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിയ ഇത്തരം പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? നമ്മളിലുള്ള കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കുറവ്, നമ്മുടെ ന്യൂനതകൾ, നമ്മളിലുള്ള പോരായ്മകൾ തിരിച്ചറിയാൻ നമ്മളെപ്പോലെ ദുനിയാവിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന് സേവനങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയവരുടെ ചരിത്രം പഠിക്കുമ്പോഴേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. കാരണം എന്താ? പിശാച് നമ്മളുള്ള അവസ്ഥയിൽ തൃപ്തരായി ജീവിക്കാൻ വേണ്ടി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മളിലുള്ള കുറവുകൾ തിരിച്ചറിയാതെ പിശാച് നമുക്ക് തെസീൻ ചെയ്യും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ അമലിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അഹങ്കാരവും ഒരു മതിപ്പും നമ്മളിൽ ഉണ്ടാക്കും. ആ പിശാചിന്റെ പറ്റിക്കലിൽ നിന്ന്, ആ പിശാച് ഉണ്ടാക്കുന്ന തെസീനിൽ നിന്ന് നമ്മുടെ കണ്ണ് തുറക്കാൻ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഹംദൂൻ അൽ ഖസ്സാർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞത്, മൻ നദറ ഫീ സിയരി സലഫ്, സലഫുകളുടെ, സച്ചരിതരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലേക്ക് കണ്ണിട്ട് നോക്കിയാൽ അറഫ തഖ്സീറഹു, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ, നമ്മുടെ ഇബാദത്ത് എവിടെ ഇടിക്കുന്നു, നമ്മുടെ അവസ്ഥ എന്താ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്, നമ്മൾ മുൻഗണന നൽകുന്നത് എന്തിനോടാണ് എന്ന് നമ്മൾക്ക് സ്വന്തം ചിന്തിക്കാൻ ഒരു അവസരം നൽകുള്ളൂ. വതഖല്ലുഫഹു അൻ ദറജാത്തി റിജാൽ, യഥാർത്ഥ പുരുഷന്മാർ, റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ, അള്ളാഹുവിന് നൽകിയ വാഗ്ദാനം, അള്ളാഹുമായിട്ട് എടുത്ത കരാർ, അത് പൂർത്തീകരിച്ച ആണുങ്ങൾ. ആ ആണുങ്ങളിൽ നിന്ന് നമ്മൾ എത്ര വിദൂരത്താണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതാണ് സിയർ സലഫ് നമ്മൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. പണ്ഡിതന്മാരിൽ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, ഇദാ ദുകിറ സലഫ്
ഇഫ്തദഹ്ന. സലഫുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തൽ വന്നാൽ, സലഫുകളുടെ ചരിത്രം കേട്ടാൽ നമ്മൾ നാണം കെടുന്നൊരവസ്ഥ ഉണ്ടാവും. നമ്മുടെ മുമ്പ് ജീവിച്ച പണ്ഡിതന്മാരുടെ ജീവിതം, ദൈനംദിന ജീവിതം, അവർ ചെലവഴിച്ചിരുന്ന എന്ത് വിഷയങ്ങളോടാണ്, അവർ ഈ ദുനിയാവിലെ പരീക്ഷണത്തിന് എന്ത് ഉത്തരം നൽകി എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠനം നടത്തിയാൽ നമ്മൾ ശരിക്കും നാണം കെട്ടുപോകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല തൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയണത്, വമൻ നദറ ഫീ സിയരി സലഫ് മിനൽ ഉലമാഇൽ ആമിലീൻ, തൻ്റെ അറിവിനനുസരിച്ച് പ്രവർത്തിച്ച സച്ചരിതരായ പണ്ഡിതന്മാരുടെ ചരിത്രം പഠിച്ചാൽ ഇസ്തഹ്ഖറ നഫ്സഹു, സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പൊന്ന് കുറയും, തൻ്റെ അവസ്ഥ കുറച്ച് താഴെയാണ്. ഫലം യതകബ്ബർ, ഒരിക്കലും അഹങ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിന് തന്നെ കൊണ്ടാകുന്ന രൂപത്തിലൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ദഅവത്തിനൊക്കെ ഒരു സേവനം നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം കർമ്മത്തിൽ മതിപ്പ് വന്ന് കൂടുതൽ പരിശ്രമിക്കുന്നതിനെ തൊട്ട് തടസ്സം വരാതിരിക്കാൻ ഉപകരിക്കുക. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ കുറവുകൾ തിരിച്ചറിയാൻ അത് സഹായിക്കുന്നു. രണ്ടാമത്തത് ഉലൂഉൽ ഹിമ്മതി വസബാത്തുൽ ഖൽബ്, അതായത് ഉയർന്ന ലക്ഷ്യങ്ങൾ നമുക്ക് വെക്കാൻ അത് ഉപകരിക്കും. വസബാത്തുൽ ഖൽബ്, നമ്മുടെ കൽബിന്, നമ്മുടെ ഹൃദയത്തിന് ഒരു സ്ഥിരത അത് മുഖേന ലഭിക്കും. ഇപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് പണ്ടുള്ള സലഫുകളിൽപ്പെട്ടവര് ചെറിയ തിന്മകളെ പോലും എത്ര ഗൗരവത്തിലാണ് കണ്ടത് എന്ന് കാണുമ്പോൾ, നമ്മളൊക്കെ ചെറുതെന്ന് കണ്ട തിന്മകൾ വൻപാപങ്ങളെ പോലെയാണ് അവർ കണ്ടിരുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ വെക്കാനും ഗൗരവം കൊടുക്കേണ്ട കാര്യത്തിന് ഗൗരവം നൽകാനും അത് ഉപകരിക്കും. നമ്മുടെ ഖൽബിന് സബാത്ത് വരാൻ അത് കാരണമാകും. ഇപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവിതാ വരിയുണ്ട്. അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്ത്? ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയണേ, എനിക്ക് ഹിഫ്ളിൽ വളരെ ദുർബലത അനുഭവപ്പെടുന്നത് പോലെ എന്ന് അദ്ദേഹം സങ്കടം പറയണ്ടായി. പണ്ടുള്ളത് പോലെ മനപ്പാടമാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വകീ റഹിമഹുല്ലാഹു തആല ഷാഫിഈ റഹിമഹുല്ലാഹു തആലക്ക് നൽകിയ ഉപദേശം എന്താണ്? തിന്മകൾ വെടിയുക എന്നുള്ളതാണ്. തിന്മകളും അള്ളാഹുവിൻ്റെ നൂറും അള്ളാഹുവിൻ്റെ വെളിച്ചവും ഒരേ കൽബിൽ ഒന്നിച്ചു ചേരില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഷാഫിഈ റഹിമഹുല്ലാഹു തആല വേറെ ചില ചരിത്രത്തിൽ കാണുന്നത് എന്താണെന്നറിയും? ഷാഫിഈ റഹിമഹുല്ലാഹു തആല തൻ്റെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളെ കുറിച്ചൊന്ന് ഇരുന്ന് വിലയിരുത്താൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് എന്താണെന്നറിയോ? അദ്ദേഹം അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഏതോ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അതിൻ്റെ മടമ്പ് വെളിവായി അത് തൻ്റെ കണ്ണിൽ പെട്ടുപോയി. ആ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ഈമാൻ കുറച്ചത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്ന് ചില ചരിത്രത്തിൽ കാണാൻ പറ്റും. അറിയാതെ കണ്ണിൽ പെട്ടുപോയതാണ്, അത് അദ്ദേഹത്തിൻ്റെ ഈമാനിൽ കുറവ് വരുത്തി. അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ചവരാണ് ഷാഫിഈ റഹിമഹുല്ലാഹു തആല പോലത്തെ പണ്ഡിതന്മാർ. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഖുർആൻ കേൾക്കുന്ന വീഡിയോകൾ എടുത്താൽ പോലും മുന്നിൽ ചാടി വരുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പൊ ഇങ്ങനെ സലഫുകളിൽ എത്ര സൂക്ഷ്മത അവർ എത്ര പാലിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ, നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ എത്ര സൂക്ഷ്മത വെച്ച് പുലർത്തണം എന്ന് നമുക്ക് ബോധം വരികയുള്ളൂ. മൂന്നാമത്തത് അൽ ഇഖ്തിദാഉ ബിസ്സലഫ് വൽ ഇസ്തിഫാദത്തു വൽ ഇഅ്തിബാറു ബിമവാഇദിഹിം വഅഹ്വാലിഹിം, അതായത് സലഫുകളുടെ ജീവിതത്തിലുള്ള ഗുണപാഠങ്ങൾ അത് പിൻപറ്റാൻ നമുക്കൊരു പ്രേരണയാകാനാണ്. നമുക്കൊരു പ്രേരണയാകാനാണ് ഈ ചരിത്ര പഠനം നമുക്ക് ഉപകരിക്കുക. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഉദ്ധരണിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്തഫത്തു ബിന്നദ്രി ഫീഹാ മിൻ മുലാഹദതി സിയറിൽ ഖൗം, അതായത് മുമ്പുള്ള സലഫുകളുടെ ചരിത്രം പഠിക്കുന്നതിൽ അദ്ദേഹം ഒരുപാട് ഉപകാരപ്പെട്ടു എന്നാണ്. അവരിലുള്ള ഗുണപാഠം, അവരെന്തായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് ഹദീസുകൾക്ക് കൊടുത്തിരുന്ന കണിശത, അള്ളാഹുവിൻ്റെ ദീനിന് കൊടുത്തിരുന്ന പ്രാധാന്യം, അതൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഉപകാരം ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെ പിൻപറ്റാനുള്ള പരിശ്രമത്തിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് ഉപകാരം എടുക്കാൻ സാധിച്ചു. ഫതശബ്ബഹു
ഇല്ലം തകൂനു മിസ്ലഹും ഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. അതാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്. നിങ്ങൾ അവരെ പോലെ ആകാൻ ശ്രമിക്കുക. അവരെ പോലെ ആകാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിലും, കാരണം എന്താ, അവർ വെച്ച് തന്ന മാർഗത്തിലൂടെ പിൻപറ്റാനുള്ള നമ്മുടെ പരിശ്രമം തന്നെ അത് ഫലാഹാണ്, അത് വിജയമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതായത് അവരെ മാതൃകയാക്കി നമ്മൾ നിശ്ചയിച്ചാൽ അത് വിജയത്തിലേക്കുള്ള പാത പിൻപറ്റിയവരുടെ അടയാളമാണ്. നാലാമത്തത് സ്വലാഹുൽ ഖൽബ്. നമ്മുടെ കൽബ് പരിശുദ്ധമാക്കാൻ അത് ഉപകരിക്കും. നമ്മുടെ കൽബ് പരിശുദ്ധമാക്കാൻ അത് ഉപകരിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുന്ന ഒരു ഉദ്ധരണിയിൽ നമുക്ക് കാണാൻ പറ്റും, റഅയ്തുൽ ഇഷ്തിഗാല ബിൽ ഫിഖ്ഹി വസമാഅൽ ഹദീസ്. അതായത് ദീന് പഠിക്കുക, ഫിഖ് പഠിക്കുകയും കർമ്മശാസ്ത്രവും ഹദീസ് പഠിക്കുന്നതിലൂടെ മാത്രം ഒരു വ്യക്തിക്ക് കൽബിനാവശ്യമായ പരിശുദ്ധി ലഭിക്കുകയില്ല. അതിനെന്ത് വേണം എന്നാണ് അദ്ദേഹം പഠിച്ചത്? അർ-റഖായിഖ് വൻ-നദർ ഫീ സിയരി സലഫി സ്സാലിഹീൻ. റഖായിഖ് കൽബിനെ അലിയിപ്പിക്കുന്നതായിട്ടുള്ള അറിവുകൾ, വൻ-നദർ ഫീ സിയരി സലഫി സ്സാലിഹ് സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ ചരിത്രം കൂടി പഠിക്കുമ്പോഴേ എന്താണ്, നമ്മുടെ കൽബ് അത് റഖീഖാവുകയുള്ളൂ, അത് ലോലമായി തീരുകയുള്ളൂ, പഠിച്ച കാര്യങ്ങൾ കൽബിലേക്ക് കയറാൻ അത് അനുവദിക്കുകയുള്ളൂ എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. കാരണം എന്താ, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന കർമ്മശാസ്ത്രവും നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹദീസുകൾ, ആ ഹദീസുകളുടെ യഥാർത്ഥ റൂഹ് ഉൾക്കൊണ്ടത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചവരാണ് സലഫു സ്വാലിഹീങ്ങൾ. അങ്ങനെയാണ് അവരതിനെ കണ്ടിരുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ഹദീസുകളും ഈ ആയത്തുകളും നമുക്ക് ഉപകാരം ചെയ്യാൻ നമ്മുടെ കൽബിനെ ലയിപ്പിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. മഹബ്ബത്തു സലഫ് വൽ അഇമ്മ. മുമ്പ് കഴിഞ്ഞു പോയ പണ്ഡിതന്മാര് സലഫ് സ്വാലിഹീങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അവരോടൊരു ഇഷ്ടവും ബഹുമാനവും ഉണ്ടാവുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ മർഉ മഅ മൻ അഹബ്. ഒരു വ്യക്തി അവൻക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയാണ് അവൻ. അതെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നമ്മൾ യഥാർത്ഥത്തിൽ വാക്കിനപ്പുറം നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ കൽബ് കൊണ്ട് ഇഷ്ടപ്പെടുന്നത് അത് ആരാണ്? അവരെ പോലെയാകും നമ്മൾ, അവരുടെ കൂടെയാകും നമ്മൾ മഹ്ശറയിൽ പുനർജനിപ്പിക്കപ്പെടുക. ഇത് ശരിക്കും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മുടെ കൽബിനോട് ചോദിക്കേണ്ടതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് യഥാർത്ഥത്തിൽ? ദുനിയാവിൽ പ്രശസ്തി ലഭിച്ച, ദീനിൽ മാതൃകയില്ലാത്ത ചില വ്യക്തികളെയാണോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കൽബിൽ ഇഷ്ടപ്പെടുന്നത്? അതോ നമ്മുടെ ആഗ്രഹവും നമ്മൾ മുൻഗണന നൽകുന്ന അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്ത പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളായ ആൾക്കാരോടാണോ ശരിക്കും ആത്മാർത്ഥമായി നമ്മുടെ കൽബിൽ ഇഷ്ടവും സ്നേഹവും താല്പര്യവും സമയം ചെലവഴിക്കാനും ഉള്ള ആഗ്രഹം നമുക്ക് വരുന്നത്? നമ്മൾ വിലയിരുത്തുക. നമുക്ക് ഇഷ്ടവും താല്പര്യമുള്ളവരുടെ കൂടെയാകും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പുനർജനിപ്പിക്കുക. അവരെ പോലെയാകും നമ്മളും വളരുക. ആറാമത്തത് ഇജ്തിമാഉ ഖുലാസത്തി തജാറുബ് അഫ്കാർ, തജാറുബ് വഅസാറത്ത് അഫ്കാർ. അതായത് പണ്ഡിതന്മാർ പറഞ്ഞ എന്താണെന്നറിയോ, ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ജീവിത പാഠങ്ങൾ, ജ്ഞാനങ്ങൾ നമുക്കത് നേടാൻ ഉപകരിക്കും. അത് നമ്മൾ ഒരു ആയുസ് കൊണ്ട് ലഭിക്കാൻ സാധ്യതയുള്ള ജീവിത പാഠങ്ങളും ഗുണങ്ങളും അത് ഇത്തരം ചരിത്ര പഠനത്തിലൂടെ അനേകം ആയുസ്സുകളിൽ വളർന്നു വന്ന ജ്ഞാനങ്ങളും അറിവുകളും ജീവിത പാഠങ്ങളും നമുക്ക് സംഭരിക്കാൻ അത് ഉപകരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ഒന്ന് നോക്കിയാൽ മതി, സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നല്ല പ്രായമുള്ള ആൾക്കാർ, ജ്ഞാനികളായ പക്വതയുള്ള ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ട ആൾക്കാർ, അവരെ അടുക്കലേക്കല്ലേ നമ്മൾ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നേടാൻ വേണ്ടി പോവുക. അവരൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷയം അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് അവർ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അവർ വീണ അബദ്ധങ്ങളിലേക്ക് വീഴാതിരിക്കാൻ ഒരുപക്ഷെ നമ്മളെ നിർദ്ദേശിക്കും. അതുപോലെയാണ് ഒരുപാട് നമ്മുടെ കഴിഞ്ഞു പോയ സലഫുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ അബദ്ധങ്ങൾ അത് നമുക്ക് പഠനം നടത്തി അതിലേക്ക് നമ്മളും വീഴാതിരിക്കാൻ നമുക്ക് ഉപകാരപ്പെടാം. അല്ലെങ്കിൽ അവർ നമുക്ക് തന്ന ഉപദേശങ്ങളിലൂടെ നമ്മുടെ പച്ചയായ ജീവിതത്തിൽ പക്വതയുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഒരുപാട് ആയുസ്സുകളിൽ നേടിയെടുത്ത വളർന്നു വന്ന ജീവിത പാഠങ്ങൾ, ഹിഖമകൾ, ജ്ഞാനങ്ങൾ അത് നമുക്ക് നേടിയെടുക്കാൻ പണ്ഡിതന്മാരുടെ ചരിത്രം ഉപകരിക്കും. ഏഴാമത്തത്
പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഇറങ്ങി വരുന്നത് അനുഭവപ്പെടും. മിൻ ഫവായിദി ദാലിക് തനസ്സുലുർ റഹ്മാത്ത് ഹൈസു ബിദിക്രി അഹ്വാലി സലഫ് വൽ ഉലമാ യഹ്സുലു ഫിൻ നുഫൂസ് മിനൽ ഹറകതി വറഗ്ബതി ഇലൽ ഖൈരി വൽ ലദ്ദതി വസ്സുറൂർ. അതായത് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു റഹ്മത്ത് അത് അവർക്ക് അനുഭവപ്പെടുമെന്നാണ്. എങ്ങനെ? പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ എന്നെ കൊണ്ട് ഇനിയും സാധിക്കും, എനിക്ക് ഇനിയും അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി പരിശ്രമിക്കണം, ഖൈറിനോടുള്ള ഒരു താല്പര്യം, ഈമാനിൻ്റെ ലദ്ദത്ത് എനിക്കും വേണം, ഒരു വല്ലാത്തൊരു സന്തോഷം ഇത് അനുഭവപ്പെടാൻ കാരണമാകും എന്ന് പണ്ഡിത പ്രഭുക്കൾ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ, സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ, അഹ്ലുസുന്നയിലെ പ്രമുഖരായിട്ടുള്ള വൈജ്ഞാനികപരമായി അറിയപ്പെട്ട വ്യക്തികൾ, സ്വാലിഹീങ്ങളായ തൻ്റെ അറിവനുസരിച്ച് പ്രവർത്തിച്ച പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണപാഠം.